എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന വേഷം ഇപ്പോൾ പറഞ്ഞതിന് വിവാദമാവും എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ സഞ്ജേട്ടൻ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒരു ഓഡിഷൻ പോലെ എടുക്കണേക്കുള്ള ഒരു സഞ്ജേട്ടൻ കുറേ സംസാരിച്ചപ്പോൾ എന്നെ എന്ന് കാസ്റ്റ് ചെയ്യുന്നത് അനൂപേൻ്റെ ക്യാരക്ടറിനെ 150 കിലോമീറ്റർ 2 മണിക്കൂർ കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവര് വരാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കൊണ്ട് മാറിക്കളഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പല ഇൻസിഡൻസ് ഒരുപാട് കാരണം വെച്ചാൽ അങ്ങനെ വരെ പോയി. പിന്നെ രാജേഷ് നാസിൻ്റെ അടുത്ത് തുടങ്ങിയടാ ഞാൻ ഇത്രമാത്രം ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞാൻ ആ വേഷം തന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പ്രശ്നം വന്നാൽ അതും കൂടി നമ്മുടെ ചേട്ടൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി ഈ അഭിനയിക്കാനുള്ള കൊതിയാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ഇത് ഒരു തവണ ഷൈൻ ടോമിൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ തനിക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഷൈൻ ടോമിൻ്റെ അടുത്ത് ഈ കഥ എൻ്റെ അടുത്ത് പറയുക. എന്നിട്ട് ഷൈൻ ടോം ചിരിച്ചു. ഞാൻ പറഞ്ഞു ഷൈനെ നമ്മളെ ബന്ധം വെച്ച് പറയാണ്. അത് എനിക്ക് ഭയങ്കര വേദനാജനമായ ഒരു കഥയാണത്. ഷൈൻ ഈ കാര്യം എൻ്റെ അടുത്ത് ഇനി പറഞ്ഞ എൻ്റെ സ്വഭാവമായിരിക്കില്ലാട്ടോ പറഞ്ഞു. അവിടെ നിർത്തി. മെഡിസിൻ കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയുടെ പുറകെ നടക്കുന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്. ഏറ്റവും തിരക്കുള്ള ഫ്രീലാൻസേഴ്സിൽ ഒരാളായിരുന്നു. ഇവിടുത്തെ ലോക്കൽ ആശുപത്രികളിലെ ഏറ്റവും തിരക്കുള്ള കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിൽ ഒരാളായിരുന്നു. മരണവും സ്ലാങ്ങുകൾ പിടിക്കുന്നതിനും ആൾക്കാരുടെ പരിപാടി ഇക്കണ്ട വഴിയൊക്കെ നടന്നത് അവരെ പിടിക്കാനാ സാറേ. അവരെ വിട്ടിട്ട് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞാനിട്ട് നടന്ന് ഇങ്ങനെയല്ല അവിടെ നടന്നു വന്നത്. നീ കൈ വീശണം ആലോചിച്ചു. എൻ്റെ അമ്മോ, ഡോക്ടർ ആവുന്നത് പോലെ നന്നായി പണം ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷനിൽ എത്തിപ്പെട്ടിട്ട് സിനിമ പോലെ ഇല്ലോജിക്കലായ ഒരു സ്പേസും സിനിമാ നടനാവുക എന്നുള്ള പോലെ ഒരു ഇല്ലോജിക്കലായിട്ടുള്ളൊരു സാധ്യതയൊക്കെ ആലോചിക്കുന്ന ഒരു മനുഷ്യൻ, അച്ഛന് കൈത്താങ്ങിയ മകൻ, അച്ഛൻ നിർത്തിവെച്ചൊരു സ്ഥലത്തുനിന്ന് ഒരു കാര്യം തുടങ്ങി ലെഗസി പൂർത്തിയാക്കിയ മനുഷ്യൻ റോണി ചേട്ടനാണ് ചേരുന്നത്. റോണി ഡേവിഡ് രാജ്, നമസ്കാരം. നമസ്കാരം. ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. ഈ ഗൾഫിൽ ഭാര്യയോടൊപ്പം ജോലിക്ക് പോയിട്ട് ഭാര്യയ്ക്ക് ജോലി കിട്ടിയില്ല, റോണി ചേട്ടന് ഭാര്യയ്ക്ക് ജോലി കിട്ടാണ്ടിരിക്കില്ല. ഇവിടെ നമ്മളിവിടെ MOH മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ലേമറിഡിൽ വെച്ചിട്ടായിരുന്നു 2009 ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ 2008-ലോ 2009-ലോ കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ വൈഫിന്റെ ഇന്റർവ്യൂ വൈഫ് അറ്റൻഡ് ചെയ്യാൻ സാമ്പത്തികമായിട്ട് നമ്മൾ അത്ര നല്ലൊരു ചുറ്റുപാടിലായിരുന്നില്ല അന്ന്. എന്ന് വെച്ചാൽ നമുക്ക് സേവിങ് ഇല്ല. ഈ വരുന്ന എമൗണ്ട് വരുന്നു, നമ്മൾ ചിലവാക്കുന്നു. മീൻസ് നമ്മളൊരു കുഞ്ഞൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിൻ്റെ EMI അടയ്ക്കുന്നു, പലചരക്കിന് അടയ്ക്കുന്നു, KSEB, വാട്ടർ അതോറിറ്റി കാര്യങ്ങൾ അടയ്ക്കുന്നു, ദൈനംദിന ചിലവുകൾ നടക്കുന്നു എന്നല്ലാണ്ട് സേവിങ് ഇല്ല. അപ്പം അത് ഇങ്ങനെ വൈഫിൻ്റെ വീട്ടുകാർക്കും പിന്നെ എൻ്റെ വീട്ടുകാർ പിന്നെ നമ്മൾ പണ്ടേ എഴുതി തള്ളിയെന്നല്ല ഞാൻ പറഞ്ഞത്. മെഡിസിൻ കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയുടെ പുറകെ നടക്കുന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വൈഫിനെ മെറിഡിയനിലെ പരിപാടിക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തെ തീരെ അറ്റൻഡ് ചെയ്യുമ്പോൾ പിന്നെ അടുത്ത് പറഞ്ഞു ഇത്രയും നേരം എന്നോട് നിൽക്കണ്ടല്ലോ, ജസ്റ്റ് മെഡിക്കൽ ആൾക്കാരുടെ പരിപാടി നടക്കണ്ടല്ലോ, അപ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്തുകൂടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ശരി മനസ്സുറപ്പ് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാഷ്വാലിറ്റിയിലൂടെ നിരന്തരമായിട്ട് പല പല ആശുപത്രികളിൽ ഏറ്റവും തിരക്കുള്ള ഫ്രീലാൻസേഴ്സിൽ ഒരാളായിരുന്നു. ഇവിടുത്തെ ലോക്കൽ ആശുപത്രികളിൽ ഏറ്റവും തിരക്കുള്ള കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിൽ ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചത് ശ്വാസം മുട്ടൽ എന്ത് ചെയ്യും, വന്നാൽ എന്താണ് പരിപാടി ചെയ്യുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്നേക്ക് പോയ്സണിങ് ആണെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങൾ കൊടുക്കുന്ന സാധാരണ ഡ്രിപ്പുകളിൽ എന്തൊക്കെയാണ് ഉള്ളത്, NS-ൽ എന്താണുള്ളത്, നോർമൽ സലൈന്, DNS-ൽ എന്താ ഉള്ളത്, 5% എക്സ്ട്രോസ് എപ്പോഴാണ് കൊടുക്കുക, 10% എക്സ്ട്രോസ് എന്താ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പല പല ഇതൊക്കെ ചടപടയെന്ന് പറഞ്ഞ് എനിക്ക് കാരണം ഞാൻ ഡെയിലി ഇത് നമ്മൾ ഒട്ടും ശ്രദ്ധയില്ലാത്ത ആൾക്കാണെങ്കിൽ പറയാൻ പറ്റില്ല. 5% എക്സ്ട്രോസ് ആർക്ക് കൊടുക്കാൻ പാടില്ല, ഷുഗറുള്ള ആൾക്ക് കൊടുക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ പെട്ടെന്ന് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് സാധനങ്ങളോട് ഞാനിപ്പോൾ പാസ്സായി. പക്ഷെ വൈഫ് അപ്പുറത്ത് തിയറി പാസ്സായി, വേറെന്തോ ഒരു ഇങ്ങനെ വൈബ് വന്നപ്പോ പുള്ളിക്കത്തെ ക്ലിയർ ചെയ്യില്ല. അപ്പൊ ഞാൻ വളരെ കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞു നീ ഇല്ലാതെ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ, ഞാൻ ഒറ്റപ്പെട്ടു പോവില്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പാവം പോന്നു. അതിന് പുറമെ അപ്പോൾ ഞാൻ മറ്റേ ചോക്ലേറ്റും അതുപോലെ തന്നെ ചോട്ടോമ്പലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മറ്റേ എറണാകുളത്തുള്ള ഒരു കൂട്ടം ആൾക്കാർ നമുക്ക് മുഴുവട്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വൈഫിൻ്റെ അടുത്ത്. കാരണം വെച്ചാൽ ഇയാൾ ഈ ഡോക്ടർ പരിപാടി കഴിഞ്ഞിട്ട് എന്തിനാണ് ഇയാൾ ഈ കുഞ്ഞു വേഷം ചെയ്യാൻ പോണത്, നമുക്ക് ഭയങ്കര പാടാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറെ പേര് റീൽസൊക്കെ ഇട്ടിട്ട് കുറെ പേർക്ക് കുറെ കൂടി ആക്സസിബിൾ ആണ്. പക്ഷെ അന്ന് ഒട്ടും ഒരു രക്ഷയില്ല. 2008-2009 കാലത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ റോണി ചേട്ടൻ ഇൻഫ്ലുവൻസർ ആയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷ നടത്തി നോക്കിയേനെ, തീർച്ചയായിട്ടും. അന്ന് നമ്മൾ ഇത്തരം ഒരു പിന്നെ നമുക്ക് അന്നും ഈ ഓഡിഷൻ വഴിയാണ് ഞാൻ 2008 കുരുക്ഷേത്രം ചെയ്തത്. കുരുക്ഷേത്രം നല്ല വേഷമായിരുന്നു. കുരുക്ഷേത്രം കാണിച്ചിട്ട് ആഷിഖ് ഭായ് എനിക്ക് ഡാഡി കൂള് തന്നു. പക്ഷെ ഡാഡി കൂള് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ചോദിച്ച് പിടിച്ച് വാങ്ങുന്നൊരു പരിപാടി ആയിട്ടില്ല. നമുക്കങ്ങനെ ഒരു എങ്ങനെയാണത് ചോദിക്കേണ്ടത്, ചോദിച്ചാൽ പ്രശ്നമാവോ, വാങ്ങാൻ പാടുമോ, എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെ ഒരു സമയം ഉണ്ടല്ലോ. എനിക്ക് അവിടേക്ക് വരാം. അതിന് മുമ്പ് ഞാൻ ഈ അടുത്ത്
ഇപ്പൊ ഈ ഇന്റർവ്യൂ തൊട്ട് മുമ്പ് നമ്മുടെ മാർക്കറ്റിംഗ് ടീമായിട്ട് ചേട്ടനാണ് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ആ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ചേട്ടൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ കണ്ടിട്ട് ദാസ് പാപ്പനം കൊടുത്തുള്ള മനസ്സിലായി. മിഥുന്റെ നേരം പോക്കിൽ വന്നൊരു സാധനം. അപ്പൊ അത് കണ്ടിട്ട് നമ്മളതിങ്ങനെ അത് വളരെ തമാശ രീതിയിൽ പോകുന്ന ഷോർട്ട് ഫിലിം. അതിനകത്ത് കൊടുത്ത ഒരു ഡീറ്റെയിലിംഗ് അത് അറിഞ്ഞുകൊണ്ടാണോ എന്നറിയാൻ ഈ ബോധം കെട്ട് വീഴുകയാണ്. നാച്ചുറലി ബോധം കെട്ട് വീഴുമ്പോ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളത് കണ്ണടഞ്ഞു പോകുന്നത്. ശരിക്കും ബോധം കെട്ട് വീഴുമ്പോ നമുക്കറിയാം കണ്ണ് മുഴുവനായിട്ട് മടയില്ല. ഇത് ബോധപൂർവം ചെയ്യുന്നത്. മറ്റേ ഇത് ഇങ്ങനെ പോയതല്ലേ അതിന്റെ ഓർമ്മ. അതെ. പിന്നെ നമ്മുടെ ഒരു ഏരിയ വരുന്നുണ്ടല്ലോ ഡോക്ടറിന്റെ പരിപാടി ഇപ്പുറത്ത് വരണതൊക്കെ നമുക്ക് പറയാലോ. ഡോക്ടർമാർ അങ്ങനെയുള്ള ചോദിക്കുക. അപ്പൊ എനിക്ക് വേണമെന്ന് മണികണ്ഠൻ എന്നുള്ള അഡ്വക്കേറ്റ് ആണ് മൂപ്പരെ ചെയ്തിരിക്കുന്നത്. അപ്പൊ മണികണ്ഠന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മണിയേട്ട അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെൻഷൻ കയറ്റിയാൽ മതി. മറ്റേ കഴുത്തില് മുഴയുണ്ട്, പേടിക്കൊന്നും വേണ്ട. മുഴ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ടെൻഷൻ അടിക്കുന്ന കാര്യത്തില്ല. മുഴ എന്ന് പറയുമ്പോൾ എന്റെ ബയോപ്സി എടുത്ത് കൊടുത്തിട്ട് ബയോപ്സിയിൽ FNAC എടുത്ത് കഴിഞ്ഞിട്ട് ആ ബയോപ്സിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിനൈനും മെലിഗനന്റും ഉണ്ട്. അതിനകത്ത് മെലിഗനന്റ് ആണെന്നുണ്ടെങ്കിൽ ആൾ മരിക്കും. അല്ല, നിങ്ങൾക്ക് പ്രശ്നം വരില്ല. എന്ന് പറഞ്ഞ് അങ്ങനെ ബിൽഡ് ചെയ്തിട്ടപ്പോൾ വരുമ്പോഴേക്കും എത്ര വലിയ ഗുണ്ടയാണെന്നുണ്ടെങ്കിലും ഒന്ന് നമ്മൾ ടെൻഷൻ ആവുമല്ലോ. അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ പ്രേക്ഷകർ കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് ദാസ് പാപ്പനം കൂടെ. അതിന്റെ അത് ശരിക്കും ഒരു സിനിമയാക്കാനോ സീരീസ് ആക്കാനോ ഒക്കെ സാധ്യതയുള്ളതുമാണ്. നമ്മുടെ ഫിനിക്സിന്റെ സംവിധായകനാണ് വിഷ്ണുഭരതൻ. 2 ഷോർട്ട് ഫിലിംസ് ആണ് നേരമ്പോക്കിന് വേണ്ടി ചെയ്തത്. ഒന്ന് ഒരുപാട് അവാർഡ് വാങ്ങിക്കൂട്ടിയ നൈറ്റ് സലൂൺ, രാഹുൽ ആർ ശർമ്മയുടെ നൈറ്റ് സലൂൺ. ഒന്ന് ഫിനിക്സിന്റെ സംവിധായകൻ വിഷ്ണുഭരതന്റെ. രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ട ഷോർട്ട് ഫിലിം. സത്യമായിട്ടും റോണിച്ചേട്ടന്റെ പെർഫോമൻസിൽ മാത്രം ബാക്കപ്പ് ചെയ്യുന്ന, വേറെ ഒന്നുമില്ലാതെ, അതായത് ഒരു ഇരുണ്ട ബാർബർ മുറി ഒഴികെ വേറെ ഒന്നിന്റെയും ബാക്കിംഗ് ഇല്ലാതെ ഒരാളുടെ പെർഫോമൻസിൽ മാത്രം ഭയം ഉണ്ടാക്കുന്ന, വേറെ ഒന്നുമില്ലല്ലോ അവിടെ. കംപ്ലീറ്റ്ലി അത് ചെയ്യുന്ന ഇനിയും ആളുകൾക്ക് കാണാനും അല്ലെങ്കിൽ റോണിച്ചേട്ടൻ ഏത് സ്ഥലത്ത് പോയിട്ട് ഒരു റെസ്യൂമേ ആയി കാണിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു സിനിമയാണ്. വിഷ്ണുവിനെ അറിയുമെന്നറിയില്ല. നമുക്ക് അതിനകത്ത് വലിയൊരു അവാർഡ് നമുക്കൊന്നും ഒരിക്കലും മാക്സ് അത് നമ്മുടെ സംവിധായകനെ അയച്ചിട്ട് കിട്ടിയതാണ്. അല്ലെ ഈ ഫിലിം കമ്പനിയുടെ അനുപമ ഷോർട്ട് ഫിലിമും നമുക്ക് അതിന് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ആക്ടർ കിട്ടിയതാണ് ഷോർട്ട് ഫിലിമിന് ഓൾ ഓവർ ഇന്ത്യയിൽ. അതെ, നമുക്ക് വലിയൊരു അവാർഡായിരുന്നു. ഭയങ്കര വലിയൊരു അവാർഡായിരുന്നു.